ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാനിവിടെ 7 വാൾ പോസ്റ്റേഴ്സാണ് ഉണ്ടാക്കുന്നത്. A4 സൈസിലെ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ പേപ്പറിനെ മാക്സിമം മടക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മടക്കിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ലെങ്ത്തിനനുസരിച്ച് മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മാർക്കിങ്സ് കിട്ടില്ലേ, അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 8 എണ്ണം മൊത്തത്തിൽ കിട്ടും. ഞാൻ അതിൽ 8 എണ്ണം ഉപയോഗിക്കുന്നില്ല, ഞാൻ 7 എണ്ണം ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഈ പോളറോയിഡ്സ് ഒക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എല്ലാ ഷീറ്റ്സിനകത്തും അതങ്ങനെ തന്നെ ഞാൻ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലെല്ലാം പടം വരച്ചു കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് ഒരു പിക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് വരച്ചെടുത്തതിന് ശേഷം ഞാൻ അത് മായ്ച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കൂടിയിട്ട് ജെൽ പെന്നോ അങ്ങനെ എന്തെങ്കിലും പെൻ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് പെൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടും. എന്നിട്ട് അതിൽ സ്യൂട്ടാവുന്ന രീതിയിൽ കളറും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിന് കൊടുത്തിട്ട് ഉള്ളിൽ വൈറ്റ് തന്നെ ഞാൻ കീപ്പ് ചെയ്തു. പിന്നെ അതിൻ്റെ സ്റ്റാർസിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലൊരു ഓറഞ്ച് കളറും കൂടി കൊടുത്ത് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ക്യൂട്ട് ലുക്കിനായിട്ട് ഞാൻ ആ ഒരു കണ്ണിൻ്റെ ഉള്ളിൽ വൈറ്റിന് പകരം സിൽവറും കൂടി കൊടുത്തിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് നമ്മൾ വരയ്ക്കുന്നത് ഡോറമോനാണ്. ഡോറമോൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മുടെ പേപ്പർ കുറച്ച് വീതി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വീതി കൂടിപ്പോയിട്ടുണ്ട്. വീതി കുറച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പെൻസിൽ കളർ ഉപയോഗിച്ചിട്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ലൈറ്റ് ബ്ലൂ തന്നെ. പിന്നെ ആ ഒരു ഡോറമോൻ്റെ പിക്ചറിൽ കുറച്ചും കൂടി ലൈറ്റ് ബ്ലൂ തന്നെ കുറച്ചും കൂടി ഒരു വേരിയേഷൻ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കി എല്ലാ പാർട്സിലും അതുപോലെ തന്നെ കളർ ചെയ്ത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ വരയ്ക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. അത് ചെറിയ രീതിയിൽ ബ്ലെൻഡായിട്ട് കിടന്നുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. ഇനി അടുത്തത് ചെയ്യുന്നത് ബ്ലാക്ക് കളർ മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൽ തന്നെ ഇതുപോലെ കുറച്ച് ഡിസൈൻസ് ചുമ്മാ വരച്ചു കൊടുത്താൽ മതി, നല്ലപോലെ തന്നെ കിട്ടും. ഇനി ചെയ്യുന്നത് കുറേ സ്കൈസ് ഇങ്ങനെ വരച്ച് വയ്ക്കുക. അത് കളർ ചെയ്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഈ ലൈറ്റ് ബ്ലൂ തന്നെ ഉപയോഗിച്ചിട്ട്, അതും ബ്രഷ് പെൻ തന്നെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കുറേ സ്കൈസ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അടുത്തൊരു വാട്ടർമെലൺ സ്ലൈസാണ്. അത് ഇതുപോലെ തന്നെ പെൻസിൽ വെച്ചൊക്കെ ആദ്യം വരച്ചു കൊടുക്കുക. എന്നിട്ട് ജെൽ പെന്നോ അങ്ങനെ എന്തെങ്കിലും ബ്ലാക്ക് കളറിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉപയോഗിച്ചിട്ട് ബോർഡറിന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് 1 in a melon എന്നും പറഞ്ഞിട്ട്. അടുത്തത് അവസാനത്തേതാണ്. അതിൽ എൻജോയ് ടുഡേ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത്രയും ചെയ്ത് 2 ഇൻഫിനിറ്റി സിമ്പിളും കൂടിയിട്ട് ഒരു വയലറ്റ് കളറിൽ പെൻസിൽ കളർ ഉപയോഗിച്ചിട്ട് വരച്ചും കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ പോസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.